ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിറോസ് ട്രാവൽ സ്റ്റോറി. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും പൊറാട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. 5 മുട്ട 2 സ്ലൈസ് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മസാലയിലേക്കാണ് നമ്മൾ 2 മുറിച്ച് വെച്ചിട്ടുള്ള പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കേണ്ടത്. ഈ മസാല ഇട്ടിട്ട് നമുക്ക് നല്ലൊന്ന് മുട്ട പൊരിച്ചെടുക്കണം. മുട്ടയുടെ മഞ്ഞ ഭാഗം താഴോട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മസാല കംപ്ലീറ്റ് ഈ മുട്ടയിലേക്ക് പിടിക്കുകയുള്ളൂ. നമുക്ക് ഈ മുട്ടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറെ പാത്രത്തിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിലേക്ക് ഇനി 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറിയതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയൊരു മഞ്ഞ കളർ, ഒരുപാട് കളർ വരുന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചെറിയ സൈസ് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിനി ഇതൊന്ന് ഈ മസാല ഒന്ന് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളി പേസ്റ്റാണ്. തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പേസ്റ്റാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനവിടെ ഒരു മീഡിയം സൈസ് തക്കാളി, 3 തക്കാളി, അതാണ് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ അങ്ങോട്ട് അടിച്ചിട്ടുമില്ല, ജസ്റ്റ് ഒന്ന് ഇതിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നല്ല വെന്ത് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ അങ്ങനെ ഊറി വരും. ആ ഒരു ലെവൽ വരെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. നമുക്ക് ഏകദേശം ഇത് വേവായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത്. പിന്നെ മസാലയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്നിട്ടുള്ള നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലയും വെള്ളം ഒഴിച്ചിട്ട് നല്ല അതിൽ കലങ്ങി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് നമുക്കിതിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് മല്ലിയിലയും.
അപ്പോൾ നമ്മുടെ രുചികരമായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലത്തെ ചപ്പാത്തിക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ മസാല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.